Hello aspirants, welcome back to HBot. So actually ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ജെ ആസ്പിറൻസ് ആയിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ അവർ പലരും ചോദിച്ചൊരു ചോദ്യമായിരുന്നു, എന്താണ് ഈ ഐസർ എക്സാം എന്താണ്, അതോടൊപ്പം തന്നെ എന്തൊക്കെയാണ് അതിലുള്ള ക്രൈറ്റീരിയ എന്നൊക്കെ. അപ്പോൾ ആക്ച്വലി എനിക്ക് തോന്നി കേരളത്തിലെ എല്ലാ ആസ്പിറൻസും ഈ ഒരു ഡൗട്ട് ഉണ്ടാവും. സോ ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന്. ആക്ച്വലി ഒരു ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അഥവാ IAT-യിലൂടെയാണ് ഐസറുകളിലേക്ക് അഡ്മിഷൻ നടക്കുന്നത്. സോ ആ IAT എഴുതുന്നതിലൂടെ നിങ്ങൾക്ക് IIT അഥവാ IIT മദ്രാസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബയോസയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിൽ നിങ്ങൾക്ക് BS എടുക്കാൻ പറ്റും. അതല്ലാതെ IAS-കളിലേക്ക് എത്തിച്ചേരാൻ പറ്റും, അതോടൊപ്പം തന്നെ ഐസറുകളിലേക്കും എത്തിച്ചേരാൻ പറ്റും. ആക്ച്വലി ഇത് നീറ്റ് ആസ്പിറൻസിനും JEE ആസ്പിറൻസിനും ഒരുപോലെ അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്ന എക്സാമാണ്. കാരണം ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ബയോളജി ഇതിൽ നിന്ന് ഓരോന്നിൽ നിന്നും ആക്ച്വലി ക്വസ്റ്റ്യൻ ഉണ്ട്. 15 ക്വസ്റ്റ്യൻ വെച്ചിട്ടാണ് ഓരോ വിഷയത്തിൽ നിന്നുള്ളത്. ഏതാണ്ട് 3 മണിക്കൂറോളം എക്സാം. സോ കംപ്ലീറ്റ്ലി ഐസറിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ഫസ്റ്റ് ആയിട്ട് വീഡിയോയിലേക്ക് പോകുന്നത്, ആദ്യമായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക ഐസറിന്റെ എന്താണ് ഐസർ, വാട്ട് ഈസ് ഐസർ എന്ന് ചോദിച്ചാൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് എന്നാണ്. ആ റിസർച്ച് തന്നെ നമുക്ക് മനസ്സിലാവും, ഏതാണ്ട് ഒരു റിസർച്ചിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ക്യാമ്പസ് ആണ് ആക്ച്വലി ഐസറുകൾ എന്ന് പറയുന്നത്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ്റെ അണ്ടറിൽ വരുന്ന എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള സ്ഥാപനമാണ് ഐസറുകൾ എന്ന് പറയുന്നത്. ആൻഡ് അത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ് ആയിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ദെൻ അതിൽ പഠിപ്പിക്കുന്നത് വെച്ചാൽ മെയിനായിട്ട് ഫണ്ടമെന്റൽ എഡ്യൂക്കേഷൻ, അതോടൊപ്പം തന്നെ ഫണ്ടമെന്റൽ സയൻസും, അതോടൊപ്പം തന്നെ ഒരു റിസർച്ചിലേക്കുള്ള ഒരു കട്ടിങ് എഡ്ജും കൂടിയാണ്. പിന്നെ അവിടെ എന്തൊക്കെ കിട്ടും എന്ന് വെച്ചാൽ ആദ്യത്തെ 2 സെമസ്റ്റർ നിങ്ങൾക്ക് ഒരു അതായത് കറക്റ്റ് ആയിട്ടുള്ള ഫിസിക്സ് ആണോ കെമിസ്ട്രി ആണോ, നിങ്ങൾ BS ഫിസിക്സിലാണോ അല്ലെങ്കിൽ കെമിസ്ട്രിയിലാണോ അല്ലെങ്കിൽ മാത്തമാറ്റിക്സിലാണോ ഏതിലാണോ എടുക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. ആക്ച്വലി ഫസ്റ്റ് ഇതിൽ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ കോമൺ ആയിരിക്കും. അതിനുശേഷം നിങ്ങളുടെ ഇൻട്രസ്റ്റ് എന്താണ്, നിങ്ങളുടെ ക്യൂരിയോസിറ്റി ഏത് മോഡിലാണ്, നിങ്ങളൊരു ഫിസിക്സിലേക്ക് പോകേണ്ട ഒരാളാണോ അല്ലെങ്കിൽ മാത്തമാറ്റിക്സിലോട് ക്യൂരിയോസിറ്റി ഉള്ള ഒരാളാണോ എന്നതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു മോൾഡ് ചെയ്യാൻ പറ്റും ആക്ച്വലി. പിന്നെന്ന് വെച്ചാൽ നമ്മുടെ ഏർലി ആയിട്ടുള്ള ലാബ് എക്സ്പ്ലോഷർ ആണ്. പലർക്കും ആ ഒരു ഫസ്റ്റ് ഇയർ തൊട്ട് തന്നെ എന്ത് ചെയ്യും, ആ ഒരു ലാബ് എക്സ്പ്ലോഷർ കിട്ടുന്നു എന്നുള്ളത് ആക്ച്വലി ഭയങ്കരമായിട്ടുള്ള അഡ്വാൻറ്റേജ് ആണ് ഐസർ സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം. മറ്റൊന്ന് വെച്ചാൽ ഗ്ലോബലി ആയിട്ടുള്ള ആ ഒരു ഐസറിന് ഗ്ലോബൽ ഒരു വാല്യൂ, അതോടെ ഗ്ലോബൽ മാസ്റ്റർ ആയിട്ടുള്ള ആ ഒരു സാധനം ആക്ച്വലി ഐസറിന് നന്നായിട്ടുണ്ട്. ദെൻ ഐസറുകളുടെ ക്യാമ്പസുകളെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ എപ്പോഴും ടോപ്പായിട്ട് നിൽക്കുന്ന ഐസറാണ്, ഐസർ പൂനെ. ഒബ്വിയസ്ലി ഐസറുകളൊക്കെ ഓരോന്നും ഒന്നിനൊന്ന് കിടപിടിക്കുന്നതാണെങ്കിൽ പോലും, പക്ഷെ ഐസർ പൂനെ, ഐസർ മൊഹാലി, അതോടൊപ്പം തന്നെ ഐസർ കൊൽക്കത്തയാണ് ടോപ്പ് 3 ഐസറുകൾ എന്ന് പറയുന്നത്. ദെൻ ട്രിവാൻഡ്രത്ത് നമുക്ക് കേരളത്തിലൊരു ഐസർ ഉണ്ട്, ട്രിവാൻഡ്രം ഐസർ TVM എന്ന് പറയുന്നത്. ദെൻ ഹൗ ടു ഗെറ്റ് അഡ്മിഷൻ അറ്റ് ഐസർ എന്ന് ചോദിക്കുകയാണെങ്കിൽ ആദ്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, +2 സയൻസ് എടുത്ത ഒരു വിദ്യാർത്ഥിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഐസർ അഥവാ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്നാണ് ഐസർ എൻട്രൻസ് എക്സാമിന്റെ പേര്. ആ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൗൺസിലിംഗിൽ ഇതായി, ദെൻ സീറ്റ് അലോട്ട്മെന്റ് കിട്ടി, ദെൻ നിങ്ങൾക്ക് അഡ്മിഷനിൽ ജോയിൻ ചെയ്യാൻ പറ്റും ഐസറിന്റെ ക്യാമ്പസുകളിലേക്ക്. ദെൻ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്താണെന്ന് വെച്ചാൽ നമ്മൾ JEE അഡ്വാൻസിന്റെ കേസിലേക്ക് പോവുകയാണെങ്കിൽ ഈ വർഷമോ അല്ലെ കഴിഞ്ഞ വർഷമോ നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, +2 പാസ്സായ ആളായിരിക്കണം. അപ്പോൾ ആ രീതിക്ക് തന്നെയാണ് ഇതിന്റെയും ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. പിന്നെ മിനിമം അഗ്രിഗേറ്റ് ഉണ്ട്, 60% മാർക്ക് വേണ്ട വരും. ദെൻ മാത്സ് ആണെങ്കിലും ബയോളജി ആണെങ്കിലും നിങ്ങൾ അതായത് PCMB എടുത്ത ആൾക്കാർക്ക് പറ്റുന്ന ഇതാണ്. പിന്നെ മറ്റൊന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ടീസ് ചെയ്യേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എക്സാം പാറ്റേൺ ആണ്. 60 ക്വസ്റ്റ്യൻ നടക്കുന്ന എക്സാം ആണ്. +4, അതായത് നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ ശരിയായി അറ്റംപ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് 4 മാർക്സും, അത് തെറ്റിച്ചാൽ നിങ്ങൾക്ക് -1 അഥവാ നെഗറ്റീവ് മാർക്കുമുള്ള എക്സാം ആണ്. ഇത് കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള എക്സാം തന്നെയാണ്. ഏതാണ്ട് 15 ക്വസ്റ്റ്യൻ ഫിസിക്സ്, 15 ക്വസ്റ്റ്യൻ കെമിസ്ട്രി, 15 ക്വസ്റ്റ്യൻ മാത്സ് ആൻഡ് 15 ക്വസ്റ്റ്യൻ ബയോളജി എന്നുള്ള രൂപത്തിലാണ്. 3 മണിക്കൂറാണ് ആക്ച്വലി നമ്മുടെ എക്സാം എന്ന് പറയുന്ന CBT മോഡിലാണ് എക്സാം നടക്കുന്നുണ്ടാവുക. പിന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ടീസ് ചെയ്തിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ 100% സീറ്റും അലോക്കേറ്റ് ചെയ്യുന്നുണ്ടാവുക ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് വഴിയാണ്. പണ്ട് KVPO എക്സാമുള്ള സമയത്ത് അതിലൂടെയും അതോടൊപ്പം തന്നെ JEE അഡ്വാൻസിലൂടെയും ഒക്കെ നടന്നിരുന്നു. പക്ഷെ ഇപ്പോൾ 100% സീറ്റും IAT അഥവാ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിലൂടെ മാത്രമാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് പലർക്കും ഡൗട്ട് ഉണ്ടാവും ഇതിന്റെ ഡിഫിക്കൽട്ടി ലെവലിനെ കുറിച്ചിട്ട്. അതായത് നീറ്റ് ആസ്പിറൻസിന് ചിലപ്പോൾ എഴുതിയാൽ കിട്ടുമോ അത്രയും ലെവല്. ആക്ച്വലി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിലെ പല ക്വസ്റ്റ്യൻസും കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും. എങ്കിൽ പോലും JEE മെയിൻ്റെ ആ ഒരു ലെവൽ അല്ലെങ്കിൽ JEE മെയിനേക്കാൾ ഒരു നീറ്റ് JEE മെയിൻ ലെവൽ ആ ഒരു ലെവലിലുള്ള ഒരു എക്സാമാണ് ആക്ച്വലി IAT അഥവാ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. JEE അഡ്വാൻസിന്റെ അത്രയും ലെവലുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും നോർമലി നമുക്ക്
IIT എക്സാമിൽ കണ്ടുവരാറില്ല. പിന്നെ അക്കാഡമിക് പ്രോഗ്രാം, അതിനോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി ചേർക്കാം. അതായത് ബയോളജിയുടെ കേസിലേക്ക് വരികയാണെങ്കിൽ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് കാണാറുണ്ട് IIT എക്സാമിൽ. പിന്നെ അക്കാഡമിക് പ്രോഗ്രാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഐസറുകളിലുള്ളത് BS-MS പ്രോഗ്രാമുകളുണ്ട്, അതോടൊപ്പം തന്നെ BS പ്രോഗ്രാം ഉണ്ട്. അതല്ലാതെ BTech പ്രോഗ്രാം വളരെ അപൂർവമായിട്ടാണെങ്കിലും ഉണ്ട്. പിന്നെ മെയിൻലി ഞാൻ പറഞ്ഞു റിസർച്ച് ഓറിയന്റഡ് ആയതുകൊണ്ട് തന്നെ PhD അല്ലെങ്കിൽ ഇന്റഗ്രേറ്റഡ് PhD ആ രീതിക്കുള്ള പ്രോഗ്രാംസും ആക്ച്വലി ഐസറുകളിലുണ്ട്. ദെൻ വൈ ചൂസ് ഐസർ എന്ന് ചോദിച്ചാൽ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഫസ്റ്റ് ഇയർ മുതൽ തന്നെ ഉള്ള ആ ഒരു റിസർച്ച് എക്സ്പ്ലോഷർ ആണ്. പിന്നെ മറ്റൊന്നെന്ന് പറയുന്നത് വേൾഡ് ക്ലാസ് ആയിട്ടുള്ള ലാബാണ്. ആക്ച്വലി ഇന്ത്യയുടെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസിൽ ഒന്നായതുകൊണ്ട് തന്നെ അത്രയും നല്ല ലാബ്സും ഫെസിലിറ്റീസും ഒക്കെ നമുക്ക് ഒരുക്കി തരുന്നതായിരിക്കും. മറ്റൊന്ന് പറഞ്ഞാൽ എലൈറ്റ് ആയിട്ടുള്ള ഫാക്കൾട്ടി ടീമാണ്. അതായത് MIT-കളിലും ഹാർഡ്വേർഡിൽ നിന്നും ഒക്കെ അത്രയും എലൈറ്റ് ആയിട്ടുള്ള ഫാക്കൾട്ടി ടീംസ് ആയിരിക്കും ഐസറുകളിൽ ഉണ്ടാവുക. പിന്നെ കമ്പയറിംഗ് ടു ബാക്കിയുള്ള സ്ഥാപനങ്ങൾ ഐസറിന്റെ ബാച്ച് സൈസും സ്മോൾ ആയിരിക്കും. പിന്നെ ഇന്റർനാഷണൽ എക്സ്പ്ലോഷർ, അതായത് ഫുള്ളി ഫണ്ടഡ് ഫോറിൻ സമ്മർ ഇന്റേൺഷിപ്പുകൾ നമുക്ക് കിട്ടാൻ സാധ്യമാകും. അതോടൊപ്പം തന്നെ റിസർച്ച് ഗ്രാൻഡുകൾ കിട്ടും. ദെൻ ഫ്ലെക്സിബിൾ കരിക്കുലവും കൂടെ ആയിരിക്കും. പിന്നെ വൈബ്രന്റ് ആയിട്ടുള്ള ക്യാമ്പസ് ലൈഫും അതോടൊപ്പം തന്നെ കൾച്ചറും ആണ്. നമ്മുടെ ഹോസ്റ്റൽ ഫെസിലിറ്റീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അടിപൊളി ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ആണ്. പിന്നെ സ്പോർട്സ്, ജിം, അതോടൊപ്പം തന്നെ ഫിറ്റ്നസിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ്. പിന്നെ ടെക്നിക്കൽ ക്ലബ്ബ്, അതായത് ആസ്ട്രോണമി, റോബോട്ടിക്സ്, അതോടൊപ്പം തന്നെ കോഡിങ്, മാത്സ്, ബയോളജി, ഇതിനൊക്കെ സെപ്പറേറ്റ് ക്ലബ്ബുകളൊക്കെ ഉണ്ടാവുന്നതാണ്. പിന്നെ ആനുവൽ ഫെസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കൾച്ചറൽ ഫെസ്റ്റുകൾ ഉണ്ട്. പല ഐസറുകൾക്കും പല നെയിമിൽ അവരവരുടേതായിട്ടുള്ള കൾച്ചറൽ ഫെസ്റ്റും സാധനങ്ങളും ഒക്കെ ഉള്ളതാണ്. പിന്നെ ഫ്യൂച്ചറിസ്റ്റിക് റിസർച്ച് ഫ്രണ്ടിയർ ആയിട്ട് ഐസറുകളെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ AI ആൻഡ് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്, അതായത് ഇപ്പൊ ഏറ്റവും കൂടുതൽ സാധ്യതകൾ പറയുന്ന സാധനമാണ് ക്വാണ്ടം കമ്പ്യൂട്ടിങ്, മാത്തമാറ്റിക്സ് ആൻഡ് കമ്പ്യൂട്ടിങ്, അല്ലെങ്കിൽ AI ഫീൽഡുകളൊക്കെ. ആക്ച്വലി അതിനൊക്കെ എന്തുണ്ട്, ഫ്യൂച്ചറിസ്റ്റിക് റിസർച്ച് ഓറിയന്റഡ് ആയിട്ട് പഠിക്കാൻ ആക്ച്വലി ഏറ്റവും നല്ല ക്യാമ്പസുകളാണ് ആക്ച്വലി ഐസറുകൾ എന്ന് പറയുന്നത്. പിന്നെ സ്പേസ് സയൻസ് ആൻഡ് ആസ്ട്രോണമിയെ കുറിച്ച് പഠിക്കാൻ, അതായത് സോളാർ ആസ്ട്രോഫിസിക്സിനെ കുറിച്ചൊക്കെ പഠിക്കാൻ അവസരങ്ങളുണ്ട്. പിന്നെ മറ്റൊന്ന് പറയുന്നത് ബയോളജിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ ക്യാൻസർ റിസർച്ച് ആൻഡ് ജീനോമിക്സിനെ കുറിച്ച് പഠിക്കാനുള്ള അവസരങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ക്ലൈമറ്റിക് സയൻസ് ആൻഡ് ക്ലീൻ എനർജിനെ കുറിച്ച് പഠിക്കാനുള്ള അവസരവും ആക്ച്വലി ഐസറുകൾ നമുക്ക് ഒരുക്കി തരുന്നുണ്ട്. പിന്നെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഇന്റേൺഷിപ്പുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ പ്രീമിയം നാഷണൽ ലാബുകളിൽ, അതായത് IISc ബാംഗ്ലൂർ, ടോപ്പ് IIT-കൾ, TIFR പോലത്തെയുള്ള പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലുള്ള നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടോപ്പ് നാഷണൽ ലാബിൽ ഇന്റേൺഷിപ്പ് ചെയ്യാൻ പറ്റും. അതല്ലാതെ ഗവൺമെന്റ് റിസർച്ച് സെന്റേഴ്സ്, അതായത് ISRO, DRDO, BARC ഒക്കെ പോലെയുള്ള ടോപ്പ് റിസർച്ച് സെന്ററുകളിൽ, ഗവൺമെന്റ് റിസർച്ച് സെന്ററുകളിൽ നമുക്ക് ഇന്റേൺഷിപ്പ് ചെയ്യാൻ പറ്റും. ദെൻ ഗ്ലോബൽ ആയിട്ടുള്ള ഫെലോഷിപ്പ്, അതായത് DAAD, അതോടൊപ്പം തന്നെ ചാർപാക് ആൻഡ് SN ബോസ് ഒക്കെ പോലത്തെ ആ ഒരു വലിയ ഇന്റേൺഷിപ്പും ഫെലോഷിപ്പും ആ രീതിക്കുള്ള ഓപ്പർച്യൂണിറ്റീസും ആക്ച്വലി എന്ത് ചെയ്യുന്നുണ്ട്, ഐസറുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ദെൻ പ്ലേസ്മെന്റ് ആൻഡ് കരിയർ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആക്ച്വലി വളരെ അപൂർവം പേര് മാത്രമേ UG അല്ലെങ്കിൽ ഇന്റഗ്രേറ്റഡ് UG PG കോഴ്സ് കഴിഞ്ഞതിന് ശേഷം ആക്ച്വലി ഐസറുകളിൽ നിന്ന് പ്ലേസ്മെന്റ് നോക്കുന്നുള്ളൂ. മെയിൻലി കൂടുതൽ, അതായത് ഒരു 65 to 70% അല്ലെങ്കിൽ ഒരു പക്ഷേ അതിൽ കൂടുതൽ പേര് ആക്ച്വലി എന്താണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ അവർ വീണ്ടും ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ഇനിയും PhD-യും മറ്റുമൊക്കെ പഠിക്കാനാണ്. ഡയറക്ട്ലി ഫുള്ളി ഫണ്ടഡ് PhD അറ്റ് ടോപ്പ് ഫോറിൻ യൂണിവേഴ്സിറ്റീസ്, ടോപ്പ് ആയിട്ടുള്ള ഫോറിൻ യൂണിവേഴ്സിറ്റീസിൽ PhD ചെയ്യാനാണ് അവരൊക്കെ ആഗ്രഹിക്കുന്നുണ്ടാവുക. പിന്നെ ഐസർ ഒക്കെ പോലെയുള്ള IISc ഒക്കെ പോലെയുള്ള ഇന്ത്യയിലെ പ്രസ്റ്റീജിയസ് സ്ഥാപനങ്ങളിലും അവർ PhD ചെയ്യുന്ന കാണാറുണ്ട്. പിന്നെ മറ്റൊന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രി ജോബ്സിന് പോകുന്ന വളരെ ഞാൻ പറഞ്ഞു 4-ൽ 1 ഭാഗം ആൾക്കാർ പോലും എന്ത് ചെയ്യുന്നില്ല, ആ ഒരു ഇൻഡസ്ട്രി ജോബിന് വേണ്ടി നോക്കുന്ന ആൾക്കാരുടെ അളവ് വളരെ കുറവാണ്. ദെൻ അവർ ഡയറക്ട്ലി പ്ലേസ്മെന്റ്, ക്യാമ്പസ് പ്ലേസ്മെന്റ് കമ്പയറിംഗ് ടു ബാക്കിയുള്ള കോളേജ്, അതായത് നമ്മൾ IIT-കൾ NIT-കളിലൊക്കെ നോർമലി പ്ലേസ്മെന്റ് ഭയങ്കരമായിട്ട് പറയാറുണ്ടെങ്കിലും, പക്ഷേ ഐസറുകളുടെ കേസിലേക്ക് വരുമ്പോൾ അവിടെ പ്ലേസ്മെന്റ് അല്ല, അവർ ക്യാമ്പസിന് ആക്ച്വലി ആ ഒരു പ്ലേസ്മെന്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവർ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് ആക്ച്വലി അക്കാഡമിക്സ്, അത് PhD റിസർച്ച് ചെയ്യുക, ആ രീതിക്ക് മുമ്പോട്ട് അവരുടെ ലൈഫ് കൊണ്ടുപോവുക എന്നുള്ളതാണ് ആക്ച്വലി അവർ നോക്കുന്നുണ്ടാവുക. പിന്നെ ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസിലേക്കും അതോടൊപ്പം തന്നെ കൺസൾട്ടിങ് ആൻഡ് AI സോഫ്റ്റ്വെയർ ആ ലെവലിലൊക്കെ ആക്ച്വലി ആൾക്കാർ പ്ലേസ്ഡ് ആകുന്നുണ്ടെങ്കിൽ പോലും വളരെ അപൂർവം ആൾക്കാർ മാത്രമാണ് ആ ഒരു രീതിയിലേക്ക് പോകുന്നത്. ദെൻ ഗ്ലോബൽ, അതായത്
ഇതിന് ശേഷം ഐസറിന് ശേഷം എന്തൊക്കെയാണ് പുറത്ത്, അതായത് ടോപ്പ് ഡെസിഗ്നേഷൻ കൺട്രീസിലാണ് നോർമലി യുഎസിലേക്ക് പറയുകയാണെങ്കിൽ MIT, ഹാർഡ്വേർഡ്, കാൽടെക് ഒക്കെ പോലത്തെ അങ്ങനെ ഓരോ രാജ്യങ്ങളും പ്രീമിയം സ്ഥാപനങ്ങളിലേക്കാണ് ആക്ച്വലി അവർ PhDക്ക് എത്തിപ്പെടാറുള്ളത്. ദെൻ കീ അഡ്വാൻറ്റേജ്, ഐസർ ഗ്രാജുവേറ്റ്സിന് കിട്ടാവുന്ന കീ അഡ്വാൻറ്റേജ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്നാമത്തതായിട്ട് ഒന്ന് സ്ട്രോങ് ആയിട്ടുള്ള റിസർച്ച് പ്രൊഫൈലാണ്. ഗ്രാജുവേറ്റ് ചെയ്യുമ്പോൾ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു റിസർച്ച് പേപ്പേഴ്സും സാധനങ്ങളൊക്കെ പബ്ലിഷ് ചെയ്തിട്ട് അങ്ങനെ ആ ഒരു രീതിക്ക് ഭയങ്കരമായിട്ടുള്ള ആ ഒരു സ്ട്രോങ് പ്രൊഫൈൽ ഉണ്ടാവുന്നു എന്നുള്ളത്. പിന്നെ ഇന്റർനാഷണൽ ബ്രാൻഡ് റെക്കഗ്നേഷൻ ആണ്. അതായത് ഹൈ പ്രസ്റ്റീജിയസ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, അതായത് യൂറോപ്പിലും നോർത്ത് അമേരിക്കയിലും ഒക്കെയുള്ള ആ ഒരു പ്രസ്റ്റീജിയസ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ആ ഒരു ഐസറിന്റെ ടാഗിന് ഭയങ്കരമായിട്ടുള്ള റെക്കഗ്നേഷൻ ഉണ്ട്. ആൻഡ് ഗ്ലോയിങ് റെക്കമെൻഡേഷൻ ലെറ്റേഴ്സുകൾ കിട്ടും. അതോടൊപ്പം തന്നെ ഫോറിൻ ഇന്റേൺഷിപ്സുകൾ കിട്ടും നമുക്ക് ഐസറുകളിൽ നിന്ന്. ദെൻ ഇന്ത്യൻ ഗവൺമെന്റ് റിസർച്ച് ഓപ്പർച്യൂണിറ്റീസ് ഐസർ ഗ്രാജുവേറ്റ്സിന് കിട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഫ്യൂച്ചർ പ്രൂഫ് കരിയേഴ്സ്, ദെൻ ആ രീതിക്ക് എലൈറ്റ് ഗ്ലോബൽ നെറ്റ്വർക്കിംഗ് ഒക്കെ ആക്ച്വലി എന്ത് ചെയ്യുന്നുണ്ട്, ഐസറുകളിൽ നിന്ന് പഠിക്കുന്ന ഓരോ സ്റ്റുഡൻറ്റിനും ലഭിക്കുന്നുണ്ട്. പിന്നെ ഡൈവേഴ്സ് കരിയർ ഓപ്പർച്യൂണിറ്റീസ്, അതായത് ഒരു സയന്റിഫിക് റിസർച്ച് രീതിയിലേക്ക് പോകാം, അല്ലെങ്കിൽ അക്കാഡമിക്സ് ആൻഡ് ടീച്ചിങ് ആ ഒരു രീതിയിലേക്ക് പോകാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഡാറ്റാ സയൻസ് ആൻഡ് AI ആ രീതിക്കൊക്കെ റിസർച്ച് ചെയ്ത് ആ ഒരു ലെവലിലേക്ക് എത്തിച്ചേരാം, അല്ലെങ്കിൽ ബയോടെക് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ ആ രീതിയിലേക്ക് പോവാം. എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, ബയോടെക്കിന് അതായത് നമ്മുടെ ക്യാൻസർ റിസർച്ച് ആ രീതിക്കൊക്കെ ജീനോമിക്സിനെ കുറിച്ചൊക്കെ പഠിക്കുന്ന രീതിയിലേക്ക് പോകാം, അല്ലാതെ സ്പേസ് ആസ്ട്രോണമി ആ ഒരു രീതിയിലേക്ക് പോകാം, അല്ലെങ്കിൽ കൺസൾട്ടിങ് ആൻഡ് അഡ്വൈസർ എന്നുള്ള രീതിക്ക്, അതായത് അനാലിസിസിങ് റോളുകളിലേക്ക് എത്തിപ്പെടാൻ പറ്റും. ദെൻ ചലഞ്ചസ് ആൻഡ് റിയാലിറ്റി, അതായത് അക്കാഡമിക്കലി റിഗ്രസ് ആണ് ആക്ച്വലി. കുറച്ചുകൂടെ നമ്മൾ NIT IIT കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഹെക്റ്റിക് ആണ് ആക്ച്വലി ഐസറുകളിൽ പഠിക്കുന്നത്. അതായത് ഹെവി ആയിട്ടുള്ള വർക്ക് ലോഡ് ഉണ്ട്, കോംപ്ലക്സ് ലാബ് റിപ്പോർട്ട്സ്, കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇവാലുവേഷൻസ് ഒക്കെ ആക്ച്വലി വരുന്നുണ്ട്. പിന്നെ ഐസറുകൾ എന്ന് പറയുന്ന ആക്ച്വലി നമ്മുടെ IIT അല്ലെ NIT പറയുന്നത് പോലെ ഒരു IT പ്ലേസ്മെന്റിലുള്ള ഒരു ഷോർട്ട് കട്ട് ഒന്നുമല്ല ആക്ച്വലി. ഇത് ഒരു എന്താ പറയുക, ഒരു കുറച്ചുകൂടെ റിസർച്ച് അല്ലെങ്കിൽ ആ രീതിക്ക് കുറച്ചുകൂടെ വൈ എന്നുള്ള ആ ഒരു ക്യൂരിയോസിറ്റി, എന്ത് പറയുമ്പോഴും അങ്ങനെ ആ ഒരു ക്യൂരിയോസിറ്റി ഉള്ള കുറച്ചുകൂടെ കൺസെപ്ഷ്യലി സാധനങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം, കൺസെപ്ഷ്യലി മനസ്സിലാക്കണം, അല്ലെങ്കിൽ പുതുതായിട്ട് എന്തെങ്കിലുമൊക്കെ ഡിറൈവ് ചെയ്യണം, ആ രീതിക്കുള്ള ഒരു മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാണ് ആക്ച്വലി ഐസർ ഗുഡ് ആവുക എന്നുള്ളതാണ്. ആക്ച്വലി ഇത് പ്യുവർ സയൻസ് ആണ്. പിന്നെ പെർസ്പെക്റ്റീവ് ഓഫ് പാരൻസിനെ നോക്കുകയാണെങ്കിൽ റിസർച്ച് റിക്വയർ ജെന്യുവൻ ക്യൂരിയോസിറ്റി, പേഷ്യൻസ്, പാഷൻ ഫോർ ലേണിംഗ് ആൻഡ് ഇത് 1, 2, 3, 4 അല്ലെങ്കിൽ 5 വർഷം കൊണ്ട് ചിലപ്പോൾ തീർന്നോളുന്നില്ല. ഒരുപാട് സമയം എടുക്കുന്ന കുറച്ചുകൂടെ PhD അല്ലെങ്കിൽ ആ ഒരു രീതിക്ക് റിസർച്ചറായി മാറേണ്ടതാണ്. അപ്പോൾ ആ രീതിക്ക് ഒരു പാരൻസിൻ്റെയും സ്റ്റുഡൻസിൻ്റെയും മെയിൻ പെർസ്പെക്റ്റീവ് നോക്കുകയാണെങ്കിൽ ഒരു പാഷനേറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റുഡൻ്റ് ആണ് ആക്ച്വലി പ്യുവർ സയൻസിൽ. അത്രയും പാഷനേറ്റ് ആയിട്ടുള്ള സ്റ്റുഡൻ്റ് ആണ് ഞാൻ ആക്ച്വലി ഐസർ അല്ലെ IISc ഒക്കെ പോലത്തെ പ്യുവർ സയൻസ് പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ റെക്കമെൻഡ് ചെയ്യാം. ദെൻ ഈസ് ഐസർ ഈസ് റൈറ്റ് ഫോർ യു, ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് ആണ്. അതായത് ഒരാൾ എന്ത് ചെയ്യുക, വൈ, ഹൗ എന്നൊക്കെ ഓരോ സയൻസിന്റെയും ബിഹൈൻഡിൽ ആലോചിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ നിർബന്ധമായിട്ടും ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് ആക്ച്വലി ഐസറും IISc ഒക്കെ. പിന്നെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ബയോളജി ഇതൊക്കെ നല്ലോണം ഡീപ്ലി അണ്ടർസ്റ്റുഡ് ആവുന്നത്, ഡീപ്ലി മനസ്സിലാക്കുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ഒരു പ്രഷറും ഡോപ്പമിനും ഒക്കെ കിട്ടുന്ന ഒരാളാണെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾക്ക് നല്ലൊരു കോഴ്സ് ആയിരിക്കും ആക്ച്വലി ഐസറുകളിൽ അല്ലെങ്കിൽ IIScകളിൽ ചേരുക എന്നത്. ദെൻ ഒരു സയന്റിസ്റ്റ് ആവണം, റിസർച്ചർ ആവണം, പ്രൊഫസർ ആവണം, ആ രീതിക്കൊക്കെ ഉള്ള ഒരു ഡ്രീം ഉള്ള ഒരാൾക്കാണ് ആക്ച്വലി ഐസറുകൾ നല്ല വേർത്തി ആയിട്ട് ഫീൽ ചെയ്യുക. പിന്നെ മറ്റൊന്നെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അബ്രോഡ്, അതായത് MIT, ഓക്സ്ഫോർഡ്, ഹാർഡ്വേർഡ് ഒക്കെ പോലത്തെ ലോകത്തെ തന്നെ ഏറ്റവും പ്രീമിയം കോളേജുകളിൽ ഒരു PhD ചെയ്യണം, ആ രീതിക്കൊക്കെ ഒരു ആഗ്രഹമുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഗ്ലോബൽ നെറ്റ്വർക്കിംഗ്, അതായത് നിങ്ങളുടെ കൂടെയുള്ള പലരും ഈ രീതിക്കൊക്കെ വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്കൊക്കെ അവിടെ നിന്ന് എത്തിച്ചേരുമ്പോൾ നിങ്ങളും ആക്ച്വലി ആ ഒരു നിങ്ങളൊരു 5 ആളുടെ ഒരു ആവറേജ് ആയിരിക്കും നിങ്ങൾ എന്ന് നോർമലി പറയാറുണ്ടല്ലോ, അതുപോലെ നിങ്ങൾക്കും എത്തിച്ചേരാൻ പറ്റും. പിന്നെ മറ്റൊന്നാണ്, എന്താണ് നമുക്ക് കിട്ടുന്ന ആ ഒരു വൈ ഷുഡ് യു ചൂസ് ഐസർ എന്ന് ചോദിച്ചാൽ ആക്ച്വലി ടോപ്പ് ചോയ്സ് ഫോർ സയൻസ്, പ്യുവർ സയൻസ് പഠിക്കാൻ IIScയും ഐസറും അല്ലാതെ, അതായത് നമ്മൾ NIT IIT നമ്മുടെ എഞ്ചിനീയറിംഗിന് പറയുന്ന പോലെ IIScയും ഐസറുമാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള സയൻസ്, പ്യുവർ സയൻസ് പഠിക്കാനുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇനി ഗ്ലോബൽ മൊബിലിറ്റി ആണ്, അതായത് ഡയറക്റ്റ് പൈപ്പ്ലൈൻ ടു ഫുള്ളി ഫണ്ടഡ് ഡോക്ടറൽ ആൻഡ് PhD ഡോക്ടറൽ പ്രോഗ്രാംസ് അക്രോസ് ദി നോർത്ത് അമേരിക്ക
ആൻഡ് യൂറോപ്പ്. യൂറോപ്പിലേക്കും നോർത്ത് അമേരിക്കയിലേക്കും അതായത് ഫുള്ളി ഫണ്ടഡ് ആയിട്ടുള്ള PhD കൾ, അതായത് ഡോക്ടറേറ്റ് സാധനങ്ങൾ കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ദെൻ ബാലൻസ്ഡ് പ്രിപ്പറേഷൻ ആണ് ആക്ച്വലി. അതായത് IITക്കും നമ്മൾ ഐസറിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചുള്ളത് IITക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നീറ്റും എഴുതാൻ പറ്റും, JEയും എഴുതാൻ പറ്റും. കാരണം ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് ആൻഡ് ബയോളജി 4 സബ്ജക്റ്റും അവൻ പഠിക്കണം. അവന് ഓരോന്നിൽ നിന്നും 15 ക്വസ്റ്റ്യൻ വെച്ചിട്ട് ആണ് ഉണ്ടാവുക. ഓരോന്നിനും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 4 മാർക്ക് പോസിറ്റീവും, എന്നാൽ അത് തെറ്റിച്ചാൽ റോങ് ആൻസറിന് മൈനസ് മാർക്കായിട്ട് 1 ആണ് ഉണ്ടാവുക. ആക്ച്വലി ലെവൽ ഓഫ് പ്രിപ്പറേഷൻ ഏതാണ്ട് JEയുടെയും നീറ്റിന്റെയും ഇതിന് സെയിം ആണ്. സോ നിങ്ങളൊരു JEE ആസ്പിറന്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ നീറ്റ് ആസ്പിറന്റ് ആണെങ്കിൽ, നിങ്ങൾക്ക് എഴുതി നോക്കാവുന്ന ഒരു ബാക്കപ്പ് ഓപ്ഷൻ ആയിട്ട് വേണമെങ്കിൽ എഴുതി നോക്കാവുന്ന ഒരു എക്സാമും കൂടിയാണ് ആക്ച്വലി IAT അഥവാ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. സോ ഇതുപോലുള്ള വീഡിയോകൾക്കായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഇതുപോലുള്ള വീഡിയോകൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഐസറുകളെ കുറിച്ച്, അതോടൊപ്പം തന്നെ പ്രീമിയം പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ കുറിച്ചിട്ടും നിങ്ങൾ വീഡിയോ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അതിനെക്കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ ബൈ.